എവിടേക്കാ അമ്മ പോയത്? അമ്മയോ? ഏതമ്മ? അമ്മ അമ്മ എവിടേക്കാ പോയത്? അമ്പലത്തില് എന്തോ സ്പെഷ്യൽ വഴിപാടുണ്ടത്രേ, അവാർഡ് കിട്ടിയത് പ്രമാണിച്ച്. ആർക്ക് അവാർഡ് കിട്ടിയതിന്? അച്ഛനോ അതോ? എനിക്കാവില്ല, ആണെങ്കിൽ എന്നെയും കെട്ടി എഴുന്നള്ളിക്ക് വരുന്നല്ലോ. ഇതിപ്പോ ആ കുട്ടിക്കാവും. ആ കുട്ടിക്ക് മാത്രം എന്താ ഇവിടെ ഇത്ര പ്രത്യേകത? നീ എന്താ ഈ പറയണേ? പിന്നല്ലാണ്ട് എത്ര ട്രോഫി മെഡലും കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഒരു വഴിപാടും കഴിച്ച് കണ്ടിട്ടില്ല. പോട്ടെ, ഒരു കോംപ്ലിമെന്ററി വാക്ക് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടാവണമല്ലോ. അമ്മയുടെ കാര്യം ഞാൻ പറഞ്ഞത്. 24 മണിക്കൂറും റീന റീന റീന. ഇങ്ങനെ ഒരു മോളി വീട്ടിലില്ല. റീനയെ കണ്ട് പഠിക്ക്. ഇങ്ങനെ വേണം ചെയ്യാൻ, നടക്കാൻ, മിണ്ടാൻ, അനങ്ങാൻ. അയ്യോ, അച്ഛന് തമാശ. കുറെ നാളായി ഞാൻ സഹിക്കുന്നു. എന്റെ അടുത്തൊരു നല്ല വാക്ക് പറഞ്ഞിട്ട് മോളേന്ന് വിളിച്ചൊന്ന് തലോടിയിട്ട് എത്ര നാളായിന്നറിയോ അമ്മ. അച്ഛനും കൂട്ടാ എല്ലാത്തിനും. മണ്ടി. അയ്യോ, നിന്റെ മനസ്സിൽ കിടന്ന് ഈ നൊരബന്ധുന്നുണ്ടല്ലോ, ഇതിന്റെ പേരാണ് അസൂയ. പെണ്ണുങ്ങൾക്ക് എളുപ്പം മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞ കുശുമ്പ്. നിന്റെ വീട്, നിന്റെ അമ്മ, നിന്റെ അച്ഛൻ, ഇതൊക്കെ ഇനി പ്രത്യേകം തഴുകി തലോടിയാലേ മോക്ക് മനസ്സിലാവൂ. നിന്റെ എന്തെങ്കിലും ഇഷ്ടത്തിന് ഒരെതിര്, ഒരു തടസ്സം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇവിടെ? എതിര് പറയാണ്ടിരുന്ന എല്ലാം ആയല്ലോ. ഈ അസുഖത്തിന് അച്ഛന്റെ കയ്യിൽ ഒരൊറ്റമൂലിയുണ്ട്. സംഗീതം കൊണ്ട് ഭേദമാക്കാൻ കഴിയാത്ത ഒരസുഖവും ഈ പ്രപഞ്ചത്തിലില്ല. കഥന കുതൂഹലം എന്നൊരു രാഗമുണ്ട്. അത് അച്ഛൻ മോളുടെ ചെവി പാടിത്തരാം. ഇവിടെ കിടക്കാം. എനിക്ക് മനസ്സിലായി. ആരില്ല എന്റെ കൂടെ വീട്ടില്. മോളെ നീലി, hearty congrats for your state award. Thank you. Welcome. പ്രിയമുള്ള സുധേ, ഏറെ നാളുകൾക്ക് ശേഷമുള്ള ഈ കത്ത് നിനക്കൊരു സർപ്രൈസ് ആയിരിക്കും. അതിലും വലിയ സർപ്രൈസാണ് ഈ കത്തുമായി നിന്നെ തേടി വരുന്നത്. 18 വർഷങ്ങൾക്ക് മുൻപ് നീ എന്നെ ഏൽപ്പിച്ചിട്ട് പോയ 5 ദിവസം പ്രായമുള്ള നിന്റെ കുഞ്ഞ്. എനിക്ക് നിനക്ക് മാത്രം അറിയാവുന്ന ഈ സത്യം ഒരു ദുർബല നിമിഷത്തിൽ എനിക്ക് ഇവളോടുകൂടി പങ്കിടേണ്ടി വന്നു. അനാഥാലയത്തിന്റെ വാതിൽക്കൽ ഉപേക്ഷിച്ചു പോയ ആരുടെയോ കുഞ്ഞാണ് ഇവളെന്ന് നുണ പറയാമായിരുന്നു. പറഞ്ഞില്ല, മനസ്സനുവദിച്ചില്ല. പെറ്റമ്മയില്ലാത്ത കുറവറിയാതെ എൻ്റെ ചൂട് പറ്റിയാണ് കഴിഞ്ഞ 18 വർഷങ്ങൾ ഇവൾ വളർന്നത്. അറിയാതെ ഞാൻ ഇവളെ സ്നേഹിച്ചു പോയി സുധേ. നിന്നെക്കുറിച്ച് ഞാൻ ഇവളോട് എല്ലാം പറഞ്ഞു. Hello, Shivas here. Hello. 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 Hello.
എന്താ മോളെ ഇത്? നീ വെറുതെ ഓരോന്ന് ആലോചിച്ചു. ഇരുട്ടായതുകൊണ്ട് വന്നപ്പോ കണ്ടില്ല. ഇതാ പ്രസാദം. ഊണെടുത്ത് വെക്ക. ആരാ സിസ്റ്റർ ടെസി? ക്ലാസ്മേറ്റ് ആയിരുന്നു. ഹോസ്റ്റലിൽ ഞങ്ങൾ ഒരുമിച്ച്. എന്തേ? ഫോൺ ചെയ്തിരുന്നു. പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ വിളിച്ചോളാം. ഊണെടുത്ത് വെക്കട്ടെ. എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നൂടെ? മനസ്സില്ല എനിക്ക്. ഇനി ഈ വീട്ടിൽ നിന്ന് പച്ചവെള്ളം പോലും ഞാൻ കഴിക്കില്ല. മോളെ, എന്നെ അങ്ങനെ വിളിക്കരുത്. വിളിക്കാൻ വേറെ അടുത്തുണ്ടല്ലോ ഇവിടെ. എനിക്ക് കാണണ്ട നിങ്ങളെ. അമ്മേന്ന് വിളിക്കാൻ ആരും പണി നിക്ക്. I hate you. I hate you. വേണ്ട. മോള് പറഞ്ഞത് നുണയാണ് എന്ന് കേൾക്കാനാ ഞാൻ നിൽക്കുന്നേ. ആണോ? പലവട്ടം മതി.
കൂടുതലൊന്നും കേൾക്കാൻ താങ്ങാനുള്ള കരുത്തിൽ എനിക്ക്. സർ, തെറ്റ് എന്റെയാണ്. ഒന്നും ആശിക്കരുതായിരുന്നു, വരരുതായിരുന്നു. ഞാൻ പൊയ്ക്കോളാം. ആരാണ് പോകേണ്ടത്, ആരാണ് തങ്ങേണ്ടത് അറിയില്ല കുട്ടി. തെറ്റും ശരിയും അതും അറിഞ്ഞൂടാ. മുന്നിലിപ്പോ ഇരുട്ട് മാത്രമേ ഉള്ളൂ. ചെറിയമ്മേ, എന്താ മോളെ, എന്താ ഉണ്ടായേ? മോനെ, ഇങ്ങനെ ഉണ്ണാതെ ഉറങ്ങാതെ എല്ലാവരും അവിടെ എവിടെ മാറിയിരുന്നിട്ട് കാര്യമില്ല. എല്ലാം അറിഞ്ഞ നിനക്ക് ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് നീയാണ്. അതിനു മുമ്പ് ആലോചിക്കാൻ വേണ്ടി പറയാണ് ചെറിയമ്മ, അനുസരിക്കാൻ നിർബന്ധിക്കുകയല്ല. ദൈവം കൊണ്ട് തന്നതാണ് ആ കുട്ടിയെ എന്ന് എത്ര പ്രാവശ്യം നീ പറഞ്ഞിട്ടുണ്ട്. ഒരു മകൾക്കുണ്ടാവണമെന്ന് നീ പ്രാർത്ഥിച്ച എല്ലാ നന്മകളോടും കൂടി അവൾ വന്നു കയറി ഇതിവിടേക്കല്ലേ. നിങ്ങളുടെ മകളായി അവൾ ഈ വീട്ടിൽ വളരണം. അത് തന്നെയാ രാമ ദൈവനിയോഗം. 10-17 വർഷം അനുസരിക്കാനും സ്നേഹിക്കാനും മാത്രം അറിയാവുന്ന ഒരു ഭാര്യയായി നിന്റെ കൂടെ ജീവിച്ചവളാ നിന്റെ സ്വതക്കുട്ടി. വിവാഹത്തിന് മുൻപ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവൾക്കുണ്ടായ ഒരു അനുഭവം നാളെ നിന്റെ മകൾക്ക് ഉണ്ടായിക്കൂടുന്നില്ല. ഒരച്ഛന്റെ സ്ഥാനത്ത് നിന്ന് നോക്കുമ്പോൾ നിനക്കത് മനസ്സിലാകും. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും അവൾ നിന്നോട് ചെയ്തിട്ടില്ല. ചെയ്തു, പ്രിയമല്ലാത്തൊരു സത്യം മറച്ചു വെച്ചു. അതിന്റെ ശിക്ഷയായി ഇത്രയും വർഷം അവൾ നീറി നീറി ജീവിച്ചില്ലേ? പോരെ? എല്ലാം സഹിക്കാം. നിന്റെ ഈ വിഷമം അതാണ് അവൾക്ക് താങ്ങാൻ വയ്യാത്തത്. സ്നേഹം കൊണ്ട് എല്ലാം പൊറുക്കാനുള്ള മനസ്സില്ലേ മോനെ നിനക്ക്? ഉണ്ട്, ഉണ്ട് ചെറിയമ്മേ.
കുട്ടി, ആരുടെ അടുത്തേക്കാണോ കുട്ടി പടികേറി വന്നത്, അവൾ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. അവളെ നോവിക്കരുത്. അച്ഛനെയും അനിയത്തിയും മുത്തശ്ശിയൊക്കെ വിട്ടിട്ട് നിനക്ക് എവിടേക്കാ പോകാനുള്ളത് മോളെ?